നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. റബ്ബർ കൃഷിക്ക് പുതിയ സബ്സിഡിയുമായി കേര. കോട്ടയം ഉൾപ്പെടെ 6 ജില്ലകളിൽ 1 ഹെക്ടറിന് 75,000 രൂപ സബ്സിഡി നൽകും. പദ്ധതിക്ക് ജൂൺ മാസത്തിൽ തുടക്കം. പാലായിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു. 10 പേർക്ക് പരിക്ക്. മരങ്ങാട്ടുപള്ളി ഇല്ലിക്കലിൽ കയറ്റം കയറുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് പിന്നോട്ടുരുണ്ട് കാറിലിടിച്ചും അപകടം. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഭരണാനുമതി ലഭിച്ചാലുടൻ സ്ഥലം ഏറ്റെടുത്തു തുടങ്ങും. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ 2570 ഏക്കർ സ്ഥലം ഏറ്റെടുക്കും. പിടിതരാതെ സ്വർണ്ണവില പവന് 69,960 രൂപ. ഒറ്റ ദിവസം കൂടിയത് 1,480 രൂപ. 1 പവൻ കയ്യിൽ കിട്ടാൻ പണിക്കൂലിയടക്കം 76,000 രൂപ. വാർത്തകൾ വിശദമായി. റബ്ബർ കൃഷി വ്യാപനത്തിന് പുതിയ സബ്സിഡി പദ്ധതിയുമായി കേര ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ മോഡലൈസേഷൻ. 1 ഹെക്ടറിന് 75,000 രൂപയാണ് സബ്സിഡി നൽകുന്നത്. കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ വർഷം ജൂണിൽ പദ്ധതിക്ക് തുടക്കമാകും. റബ്ബർ കൃഷി വ്യാപനത്തിന് പുതിയ കേര പദ്ധതി ഈ വർഷം ജൂണിൽ ആരംഭിക്കും. കർഷകർ റബ്ബർ കൃഷിക്ക് ഹെക്ടർ ഒന്നിന് 75,000 രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്ന പദ്ധതിക്ക് ലോകബാങ്ക് 1,700 കോടിയിലധികം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റബ്ബർ ബോർഡ് മുഖേനയാണ് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നത്. ഇതിനായി റബ്ബർ ബോർഡും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം താമസിയാതെ ഒപ്പുവയ്ക്കും. കേര പദ്ധതിക്ക് ഉയർന്ന സബ്സിഡി തുക ആയതിനാൽ റബ്ബർ സബ്സിഡിയും വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം റബ്ബർ ബോർഡ് കേന്ദ്രത്തിന് സമർപ്പിച്ചതായും സൂചനയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ തൈകൾ വച്ചുപിടിപ്പിക്കുകയാണ് കേര പദ്ധതിയിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഈ വർഷത്തെ റബ്ബർ ബോർഡ് പദ്ധതികൾ കേന്ദ്രം ഇതിനകം അനുവദിച്ച സാഹചര്യത്തിൽ ഇതിനായി പുതിയ തുക അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. വരും വർഷം കേര പദ്ധതി പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ ബോർഡ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇവരെ ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലായിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. പാല ഏറ്റുമാനൂർ ഹൈവേയിൽ കുമ്മണ്ണൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടമുണ്ടായത്. കോട്ടയത്തു നിന്നും കട്ടപ്പനയ്ക്ക് പോയ ബസ്സാണ് നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ചു കയറിയത്. അപകടത്തിൽ ഇടുക്കി സ്വദേശി എബിൻ ജെയിംസ്, തൊടുപുഴ സ്വദേശി ഡിയോണ ജോസ്, പാക്കിൽ സ്വദേശിനി വിജയകുമാരി, കൂത്താട്ടുകുളം സ്വദേശി ജോർജ്, തുടങ്ങാനാട് സ്വദേശികളും അമ്മയും മകനുമായ അജിത, അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 6 പേരെ ചേർപ്പങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ന്യൂസ് ബ്യൂറോ, പാല. മരങ്ങാട്ടുപള്ളി ഇല്ലിക്കലിൽ കയറ്റം കയറി വന്ന KSRTC ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടം. പിന്നോട്ടുരുണ്ട ബസ് തൊട്ടുപുറകിലെത്തിയ കാറിലേക്ക് ഇടിച്ചു കയറി. കാർ യാത്രികർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വൈക്കം പാല റൂട്ടിൽ മരങ്ങാട്ടുപള്ളി ഇല്ലിക്കലിൽ കയറ്റം കയറി വന്ന KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട അപകടം. ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് പിന്നിലേക്ക് ഉരുണ്ട ബസ് പിറകെത്തിയ കാറിലേക്ക് ഇടിച്ചു കയറി. കാർ യാത്രികരായ തിടനാട് സ്വദേശികൾക്ക് നിസ്സാര പരിക്കേറ്റു. കാറിൽ ഇടിച്ച ശേഷം വീണ്ടും പിന്നിലേക്ക് ഉരുണ്ട ബസ് സമീപത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. മറുഭാഗത്തേക്ക് പോയിരുന്നെങ്കിൽ വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കാന്. അപകട സമയത്ത് ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നതിനാലും മറ്റു വാഹനങ്ങൾ വരാതിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി. ഇന്നലെ രാത്രി 7:30 അപകടം. KSRTC ബസ്സുകളിൽ യഥാസമയങ്ങളിൽ പരിശോധനകൾ നടത്താത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ഭരണാനുമതി ലഭിച്ചാലുടൻ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനമിറങ്ങും. ഭരണാനുമതി ലഭിച്ച് 2 ദിവസത്തിനകം വിജ്ഞാപനമിറക്കാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. എരുമേലി ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചാൽ ഉടൻ സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനമിറക്കും. പദ്ധതി അംഗീകരിച്ച് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ച് 2 ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള 11/1 വിജ്ഞാപനമിറക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. പദ്ധതി അംഗീകാരത്തിനും ഭരണാനുമതിക്കുമായി സാമൂഹികാഘാത പഠന റിപ്പോർട്ടും വിദഗ്ധ സമിതി റിപ്പോർട്ടും ശുപാർശയും ഫെബ്രുവരിയിൽ സർക്കാരിലേക്ക് അയച്ചിരുന്നു. ഈ ഫയൽ മുഖ്യമന്ത്രി, ധനം, റവന്യൂ, ഗതാഗതം, വനം എന്നീ വകുപ്പുകൾ കൈമാറി കഴിഞ്ഞു. വകുപ്പുകളുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം പദ്ധതിക്ക് ഭരണാനുമതി ലഭിക്കും. വിജ്ഞാപനം പുറത്തിറങ്ങി 1 വർഷത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കണമെന്നുള്ളതാണ് ചട്ടം. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിലെ 2570 ഏക്കർ സ്ഥലമാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, എരുമേലി. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 1,480 രൂപയാണ് ഇന്ന് കൂടിയത്. 69,960 രൂപയാണ് പവന്റെ വില. 1 ഗ്രാമിന് 8,745 രൂപ.
1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലി ഉൾപ്പെടെ 75,000-ലധികം രൂപ നൽകേണ്ടി വരും. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിച്ചുയരുന്നു. ഇന്ന് പവന് 1,480 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഒറ്റയടിക്ക് ഇത്രയുമധികം വർദ്ധിക്കുന്നത് ആദ്യമായാണ്. പവന് 70,000 രൂപയ്ക്കടുത്താണ് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില. ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 69,960 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 8,745 രൂപ നൽകണം. റെക്കോർഡ് വില വർധനയാണ് സ്വർണത്തിനുണ്ടായിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പോലും 75,500 രൂപയ്ക്ക് മുകളിൽ നൽകണം. ലോക വിപണിയിലും സ്വർണത്തിന് വൻ വില വർധന ഉണ്ടായിട്ടുണ്ട്. 3% നേട്ടമാണ് സ്വർണത്തിനുണ്ടായത്. US ചൈന വ്യാപാര യുദ്ധം മൂലം ആളുകൾ സുരക്ഷിത നിക്ഷേപം തേടുന്നത് സ്വർണത്തിന് ഗുണമാവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കിയിരിക്കുകയാണ്. കൂടാതെ വ്യാപാര യുദ്ധത്തോടൊപ്പം ചൈനയുടെ പക്കൽ ഉള്ള $760 ബില്യൺ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കുമെന്ന ഭീഷണി സ്വർണ്ണവില കുതിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 7,200 രൂപയാണ്. വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം സാധാരണ വെള്ളിക്ക് 105 രൂപയാണ് വില നൽകേണ്ടത്. 5 ദിവസത്തിനിടെ സ്വർണം ഗ്രാമിന് 335 രൂപയും പവന് 2,680 രൂപയും കുറഞ്ഞ ശേഷമാണ് ഇപ്പോഴത്തെ വില വർധന. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അധ്യാപക വിദ്യാർത്ഥികളുടെ സമൂഹ സമ്പർക്ക സംസ്ഥാന ക്യാമ്പ് കോട്ടയത്ത് പുരോഗമിക്കുന്നു. ജ്വാല 2025 എന്ന പേരിലാണ് വയസ്കര ഗവൺമെന്റ് TTIയിൽ ക്യാമ്പ് പുരോഗമിക്കുന്നത്. DLA അധ്യാപക വിദ്യാർത്ഥികളുടെ കരിക്കുലത്തിന്റെ ഭാഗമായുള്ള സമൂഹ സമ്പർക്ക സംസ്ഥാന ക്യാമ്പ് കോട്ടയത്ത് പുരോഗമിക്കുന്നു. ജ്വാല 2025 എന്ന പേരിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഏപ്രിൽ 5-നാണ് ആരംഭിച്ചത്. 21 അധ്യാപക വിദ്യാർത്ഥികളാണ് വയസ്കര ഗവൺമെന്റ് TTIയിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. ചിത്രകല, പ്രവൃത്തി പരിചയം, മനഃശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്യാമ്പിൽ ക്ലാസുകൾ നടക്കുന്നു. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ നടക്കുന്നത്. ഇന്ന് സംഗീത അധ്യാപകൻ കോട്ടയം ജോസഫ് ക്ലാസ് എടുത്തു. ദേശീയഗാനവും അത് ആലപിക്കാൻ വിധവും പരിശീലിപ്പിച്ചു. വിവിധ വിഷയങ്ങളിലെ ക്ലാസുകൾക്ക് പുറമെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് സമൂഹ സമ്പർക്ക ക്യാമ്പിലെന്ന് TTIയിലെ സൈക്കോളജി അധ്യാപകൻ ഡോക്ടർ മദൻകുമാർ CK പറഞ്ഞു. ഒന്ന് ചിത്രകലയുടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രവൃത്തി പരിചയത്തിന് ക്ലാസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മനഃശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളുണ്ട്. പിന്നെ അങ്ങനെ വിവിധ ഇനം വിഷയങ്ങൾ ഒരു അധ്യാപക വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർ തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണം പാകം ചെയ്യുകയും അതുപോലെ തന്നെ സെർവ് ചെയ്യുകയും അതുപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യാപികകളാണ്. അതിലൂടെ അവർക്ക് സർവോന്മുഖമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഒരു അധ്യാപിക എങ്ങനെയാണ്, അല്ലെങ്കിൽ അധ്യാപകൻ എങ്ങനെയാണ് സ്കൂളിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ആ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നുള്ള തിരിച്ചറിവ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. രാവിലെ 9:30 മുതൽ 12:30 വരെ ആദ്യ സെഷനും 2 മണി മുതൽ 4 മണി വരെ രണ്ടാമത്തെ സെഷനുമായാണ് ക്ലാസ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേതനവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നതിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി അതിജീവന സമരം നടത്തുന്നു. ഈ മാസം 22 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റ് പടിക്കലാണ് സമരം. 22-ന് 500 വനിതകൾ പങ്കെടുക്കുന്ന രാപ്പകൽ സമരവും നടക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വേതന ആനുകൂല്യ അവകാശ നിഷേധത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളികൾ അതിജീവന സമരം നടത്തുന്നു. ഈ മാസം 22 മുതൽ 26 വരെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം. 22-ാം തീയതി 500 പാചക തൊഴിലാളി വനിതകൾ പങ്കെടുക്കുന്ന വ്യാപക സമരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയ രാജ്യത്തെ 1 കോടിയോളം വരുന്ന സ്കീം തൊഴിലാളികളെ തൊഴിലാളികളായി പോലും അംഗീകരിക്കാതെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ AITUC ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ യോജിച്ച് പ്രക്ഷോഭം നടത്തി വരുന്നതിനിടെയാണ് സംസ്ഥാനത്തും സ്കൂൾ പാചക തൊഴിലാളികൾ അതിജീവന സമരം നടത്തുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ശമ്പളം ഇപ്പോഴും തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ട്. പാചക തൊഴിലാളികളുടെ വേതനം മാസങ്ങളായി കുടിശ്ശികയാക്കുന്ന പതിവ് 3 വർഷത്തിലധികമായി ഇപ്പോഴും തുടരുന്നു. വിരമിക്കൽ ആനുകൂല്യമോ ഗ്രാറ്റുവിറ്റി പെൻഷനോ മറ്റ് എന്തെങ്കിലും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് സംസ്ഥാനത്ത് 20,000-ഓളം വരുന്ന പാചക തൊഴിലാളികൾ ജോലി ചെയ്യുന്നതെന്നും സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC CITU ഭാരവാഹികൾ പറഞ്ഞു.
22 രാവിലെ 10 മണിക്ക് 500 പാചകത്തൊഴിലാളി വനിതകളുടെ സമരത്തോടെ ആരംഭിക്കുന്ന പ്രക്ഷോഭം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 26 വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോഴീ ഈ വർഷം വിരമിക്കുന്ന നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ 3 പേര് മാനം പോയിട്ടുണ്ട്. അവരൊക്കെ വെറുകയോടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. യാതൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ വിരമിക്കൽ ആനുകൂല്യം. കാരണം 40 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് ഇനി വീട്ടിൽ വന്നിരിക്കുമ്പോൾ മക്കളാണെങ്കിലും ചോദിക്കും, അമ്മ എന്നാ ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം മരുന്ന് മേടിക്കാനെങ്കിലും ഉള്ളൊരു സാമ്പത്തിക വരുമാനം നമുക്ക് ഗവൺമെൻറ് ഒരു റിട്ടയർമെൻറ്റ് ആനുകൂല്യമായിട്ട് തരണം എന്നുള്ളത് ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ ITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. പ്രദീപ്, സംസ്ഥാന ട്രഷറർ ആലീസ് തങ്കച്ചൻ, കോട്ടയം ഹൈബ്രിഡ് സെക്രട്ടറി സുജാത K, R. വത്സലകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ മാർസ്ലിവ മെഡിസിറ്റിയിൽ രക്തഗ്രൂപ്പുകൾ മാറിയുള്ള ABO ഇൻകോപ്റ്റാബിൾ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരം. പാലാ സ്വദേശിനിയായ 18-കാരിക്കാണ് വ്യത്യസ്ത ഗ്രൂപ്പിൽപ്പെട്ട മാതാവിന്റെ വൃക്ക മാറ്റിവെച്ചത്. രക്തഗ്രൂപ്പുകൾ മാറിയുള്ള അത്യപൂർവ AOB ഇൻകോപ്റ്റബിൾ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാർസ്ലിവ മെഡിസിറ്റിയിൽ വിജയകരമായി നടത്തി. ഗുരുതര കിഡ്നി രോഗം ബാധിച്ച പാലാ സ്വദേശിനിയായ 18 വയസ്സുകാരിക്കാണ് വ്യത്യസ്ത ഗ്രൂപ്പായിരുന്ന മാതാവിന്റെ വൃക്ക മാറ്റിവെച്ചത്. രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്ന് ജില്ലയിൽ നടത്തിയ ആദ്യത്തെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണിത്. O പോസിറ്റീവ് ഗ്രൂപ്പായ പെൺകുട്ടിക്ക് A പോസിറ്റീവ് ഗ്രൂപ്പായ 51-കാരി മാതാവിന്റെ വൃക്ക മാറ്റിവെക്കുകയായിരുന്നു. നെഫ്രോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ട്രാൻസ്പ്ലാന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജുള രാമേന്ദ്രൻ, യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റും റീനൽ ട്രാൻസ്പ്ലാന്റ് സർജനുമായ ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ, കാർഡിയോതെറാസിക് ആൻഡ് വാസ്കുലർ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണൻ C എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. 1.5 വയസ്സ് മുതൽ വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്ന പെൺകുട്ടി ഇപ്പോൾ +1 ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തെങ്കിലും രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് പഠനം തുടരാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ഡയാലിസിസിലൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവയ്ക്കൽ അനിവാര്യമായി വന്നതോടെയാണ് മാതാവിന്റെ ഗ്രൂപ്പ് വേറെയാണെങ്കിലും സങ്കീർണമായ AOB ഇൻകോപ്റ്റബിൾ ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. ഗ്രൂപ്പ് മാറിയുള്ള വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ രക്തസ്രാവം ഉണ്ടാകാനും വൃക്ക ശരീരം സ്വീകരിക്കാതെ വരാനും ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യത ഏറെയായിരുന്നു. ഈ വെല്ലുവിളികൾ അതിജീവിച്ചാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ വെള്ളാപ്പാട് ഭഗവതിയുടെ ജീവിത എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. മീനപ്പൂര മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഭഗവതിയുടെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. നാടിന് അനുഗ്രഹം ചുരിഞ്ഞു നടന്ന പാലാ വെള്ളാപ്പാട് ഭഗവതിയുടെ ജീവിത എഴുന്നള്ളത്ത് പ്രൗഢവും ഭക്തിനിർഭരവുമായി. മീനപ്പൂരം ഉത്സവത്തിന്റെ ഭാഗമായാണ് ഭഗവതിയുടെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ജീവിത എഴുന്നള്ളിയത്. മാവേലിക്കര മുളയ്ക്കൽ മഠത്തിൽ ജയപ്രകാശ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ജീവിത എഴുന്നള്ളത്ത് നടന്നത്. ലാലം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ സന്ധ്യയോടെ ആരംഭിച്ച ജീവിത എഴുന്നള്ളത്തിന് നാടൻ കലാരൂപങ്ങളും കെട്ടുകാഴ്ചകളും അണിനിരുന്നു. ടൗൺ ബസാറിന് സമീപം താലപ്പൊലിയേന്തിയ ഭക്തിനിർഭരമായ എതിരേൽപ്പ് നൽകി. ജീവിത എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വിളക്കൻബലിയും ദീപക്കാഴ്ചയും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ വിനോദ് പുന്നമറ്റത്തിൽ, അഡ്വക്കേറ്റ് KR ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് രാജേഷ് കുന്നമ്പുറം, അജിത് പാറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കേരള സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും SSLC ഹയർ സെക്കൻഡറി ഡിഗ്രി ഫലം കാത്തിരിക്കുന്നവർക്കും ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, വെബ് ഡിസൈൻ, ഫോട്ടോഷോപ്പ്, പൈത്തൺ പ്രോഗ്രാമിംഗ്, SMN എന്നീ അവധിക്കാല കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്ക് ഫോൺ 048125059000. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നന്താനം അസാപ കമ്മ്യൂണിറ്റി പാർക്കിൽ നടത്തുന്ന പ്രതിമാസ തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിനായി റിക്രൂട്ടർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഏപ്രിൽ 26-ന് നടക്കുന്ന തൊഴിൽ മേളയിൽ റിക്രൂട്ടർ എന്ന നിലയിൽ പങ്കെടുക്കുന്നതിനും വിശദവിവരത്തിനും 9499999688 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ലഹരി വിമോചന കേന്ദ്രത്തിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്തുന്നു. ഏപ്രിൽ 21-ന് രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ച് അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കളർ ഫോട്ടോ, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പകർപ്പും അപേക്ഷയും സഹിതം എത്തണം. വിവരങ്ങൾക്ക് ഫോൺ 0822215154. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ കൃഷിക്ക് പുതിയ സബ്സിഡിയുമായി കേര. കോട്ടയം ഉൾപ്പെടെ 6 ജില്ലകളിൽ 1 ഹെക്ടറിന് 75,000 രൂപ സബ്സിഡി നൽകും. പദ്ധതിക്ക് ജൂൺ മാസത്തിൽ തുടക്കം. പാലായിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചു. 10 പേർക്ക് പരിക്ക്. മരങ്ങാട്ടുപള്ളി ഇല്ലിക്കലിൽ കയറ്റം കയറുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട KSRTC ബസ് പിന്നോട്ടുരുണ്ട് കാറിലിടിച്ചും അപകടം.
ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഭരണാനുമതി ലഭിച്ചാലുടൻ സ്ഥലം ഏറ്റെടുത്തു തുടങ്ങും. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ 2570 ഏക്കർ സ്ഥലം ഏറ്റെടുക്കും. പിടിതരാതെ സ്വർണ്ണവില പവന് 69,960 രൂപ. ഒറ്റ ദിവസം കൂടിയത് 1,480 രൂപ. ഒരു പവൻ കയ്യിൽ കിട്ടാൻ പണിക്കൂലിയടക്കം 76,000 രൂപ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.